വേൾഡ് എക്കണോമിക് ഫോറത്തിൽ രാജീവ് പോയത് നന്നായി. കാരണം പണ്ട് വേൾഡ് എക്കണോമിക് ഫോറത്തിന് ബദലായി MA ബേബിയും യെച്ചൂരിയും ഒക്കെ ബോംബെയിൽ പാരലൽ സമ്മേളനം നടത്തിയത് ഞാൻ ഓർക്കുകയായിരുന്നു. സാർ, എനിക്ക് എൻ്റെ ചോദ്യം, കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകുന്നതിന് ഇവിടെ ആരും എതിരല്ല, നമ്മളെല്ലാവരും അക്കാര്യത്തിൽ ഒന്നിച്ചാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലം, ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് അക്സെൻറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി, ഇത് നിക്ഷേപ സംഗമം EP ജയരാജൻ മന്ത്രിയായിരുന്ന കാലത്ത് അന്ന് നടത്തുകയുണ്ടായി. അതിലെത്ര വ്യവസായ സ്ഥാപനങ്ങൾ വന്നു എന്നൊന്ന് വ്യക്തമാക്കും. അത് പ്രത്യേകം ചോദിക്കേണ്ടതാണ്. ഒരു കാര്യം, ഞാൻ ഈ പത്രക്കാർ ഇപ്പോൾ ജിമ്മിൽ എത്ര വന്നു, എമർജിംഗ് കെയറിൽ എത്ര വന്നു, അസെൻറ്റിൽ എത്ര വന്നു എന്ന് പത്രസമ്മേളനത്തിൽ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു കണക്കെടുപ്പും അതിൻ്റെ ഇത് എടുക്കലല്ല ഇനി നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. അതിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊള്ളുക. ഇപ്പോൾ ബഹുമാനായ മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുണ്ട്, അവർ നടത്തിയതുണ്ട്, ഞങ്ങൾ നടത്തിയതുണ്ട്. എന്തുകൊണ്ട് നമുക്കത് കൺവേർഷനിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല? എന്തായിരുന്നു തടസ്സങ്ങൾ? അത് മാറ്റിയിട്ട്, അത് ഞാൻ പറഞ്ഞു, 3 വർഷം എടുത്ത പ്രിപ്പറേഷൻ ഇതെല്ലാം പഠിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് അധികം പോകാതെ നാളെ മുതൽ നമുക്ക് ഒന്നിച്ച് ഇപ്പോൾ വന്നത് എങ്ങനെ യാഥാർത്ഥ്യമാക്കാം, അതിൽ ഒന്നിച്ചും ഇന്ന് പോകാം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.